പാരത്ര വീട്ടിലെ കുടുംബാംഗങ്ങളാണ് ഇവർ. ഹലോ. ഹലോ. ഈ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? വീട് പ്ലാൻ ചെയ്യുന്നതിന് 6 മാസങ്ങൾക്ക് മുൻപേ ഞങ്ങൾ ഒരു ഔട്ട്ലൈൻ വരച്ച് ഞാനും എൻ്റെ വൈഫും കൂടെ ഇരുന്ന് ഏതൊക്കെ മുറികളാണ് നമുക്ക് വേണ്ടത്, എത്ര മുറികൾ വേണം, വീടിന് എന്തുമാത്രം ഏരിയ ആകാം. ഞാനൊരു കോൺട്രാക്ടർ ആണ്. അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ എനിക്കറിയാവുന്നതായതുകൊണ്ട് ഇത് വ്യക്തമായിട്ടൊരു ഔട്ട്ലൈൻ ഞങ്ങൾ വരച്ചു. അങ്ങനെ അതിൽ തന്നെ ഒരു തീരുമാനം എത്തിയിട്ട് എൻ്റെ ബ്രദറാണ് ഇതിൻ്റെ എൻജിനീയർ, അദ്ദേഹത്തിന് ഈ പ്ലാൻ കൊടുക്കുകയായിരുന്നു. അതിലേറ്റവും പ്രധാനമായിട്ട് കൊടുത്തത് ഞങ്ങൾക്ക് ഒരു നടുമുറ്റം വേണം എന്നുള്ള ഒരു കാര്യമായിരുന്നു. അതിന് ചുറ്റും വരാന്തകൾ, അതുപോലെ തന്നെ വീടിന് ചുറ്റും വരാന്തകൾ, അതുപോലെ വീടിന് എത്ര ഏരിയ വേണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തീരുമാനമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാച്ചുറൽ ലൈറ്റ് ഈ വീടിന് കിട്ടുവാനായിട്ട് പരമാവധി എവിടെല്ലാം ഗ്ലാസ് കൊണ്ട് കൊടുക്കാമോ, തടിയും ഗ്ലാസ്സും ഉപയോഗിച്ച് കൊടുക്കാമോ, അങ്ങനെ ഞങ്ങൾ കൊടുത്തു. ഇതിനു മുമ്പ് താമസിച്ച വീട് 2 നില ആയതുകൊണ്ട് അവിടെ കയറി ഇറങ്ങുവാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് താഴെ തന്നെ ഏരിയ കൂട്ടി ഞങ്ങളെ ആവശ്യത്തിനുള്ള മുറികൾ താഴെ തന്നെ പണിയുകയായിരുന്നു. എന്നാൽ 2 നിലയുടെ പൊക്കം ഇതിന് കിട്ടിയില്ലെങ്കിൽ ഭാവിയിൽ ഈ വീട് ചെറുതായി തോന്നുമോ എന്നുള്ള ഒരു സംശയം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു എലിവേഷനാണ് ഞങ്ങളുടെ ബ്രദറിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഡബിൾ ഹൈറ്റിലുള്ള ഒരു നില വീടാണ് ഞങ്ങൾക്ക് പണിത് കിട്ടിയത്. മെയിൻ എൻട്രൻസിൽ നിന്നും നേരെ കാണാവുന്ന രീതിയിലാണ് ഈ പ്രെയർ ഏരിയ. വളരെ മനോഹരമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതുകൊണ്ട് ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഇത് പൂർണ്ണമായി വുഡൻ പാനലിംഗ് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഈ വീടിൻ്റെ ഈ ഭാഗത്ത് മാത്രമാണ് വുഡൻ ഫ്ലോറിംഗ് കൊടുത്തിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് ഒരു ക്യൂരിയസ് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ഷെൽഫ് മാത്രമല്ല, ഒരു ഡോറും കൂടിയാണ്. ഡോറാണ് എന്ന് ഫീൽ ചെയ്യാത്ത വിധത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ. ഇതിൻ്റെ അകത്ത് ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ പറ്റിയ ഒരു യൂട്ടിലിറ്റി സ്പേസും കൊടുത്തിട്ടുണ്ട്. മൂന്ന് ബെഡ്റൂംസ് ആണ് ഈ വീടിനുള്ളത്. എല്ലാ ബെഡ്റൂംസും ഡ്രസ് ഏരിയയും ബാത്റൂം സൗകര്യവും ഉള്ളതാണ്. എല്ലാം തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. എല്ലാ ബെഡ്റൂമിലും വാർഡ്രോബും സ്റ്റോറേജിന് വേണ്ടി കബേർഡ്സും കൊടുത്തിട്ടുണ്ട്. ഡ്രസ് ഏരിയയിലും വാർഡ്രോബ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടുന്ന് സൈഡിലുള്ള വരാന്തയിലേക്ക് ഇറങ്ങാം. ബാത്റൂമിലാണെങ്കിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് പെയിന്റിംഗ് ചെയ്ത ഡോർസ് ആണ് ബാത്റൂമിനുള്ളത്. കോർട്ട്യാർഡും ഡൈനിങ് ഏരിയയും ഫാമിലി ലിവിംഗ് ഏരിയയും ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഒരു എൽ ഷേപ്പിലുള്ള ഓപ്പൺ ഏരിയയാണ്. 8 സീറ്റഡ് റൗണ്ട് ഡൈനിങ് ടേബിളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ സൈഡിൽ ഒരു മനോഹരമായ ഒരു ക്രോക്കറി ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്രോക്കറി ഷെൽഫിന് അപ്പുറത്തായി വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വാഷ് ഏരിയയോട് ചേർന്ന് ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. കാർപോർച്ചിൽ നിന്നും കയറി വരുന്ന വരാന്തയിൽ അത് ലീഡ് ചെയ്യുന്നത് ഈ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ്ങിൻ്റെ നേരെ എതിർവശത്തായിട്ടാണ് ഈ ഫാമിലി ലിവിംഗ് ഏരിയ. TV കാണാനുള്ള പ്രൊവിഷൻ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഊഞ്ഞാൽ പോലെയുള്ള ഈ 4 ബെഞ്ചും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്.
ഈ വീട്ടിലെ ഫേർണിച്ചേഴ്സ് എല്ലാം ഈട്ടി തടിയിലാണ് പണിതിരിക്കുന്നത്. ഇവിടുത്തെ വീടിൻ്റെ ഇൻറ്റീരിയറിലുള്ള ഫ്ലോറിങ്ങിൽ ലാവൻഡർ ഷെയ്ഡിലുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. ഒരു ബ്ലൂയിഷ് ടോൺ ആണ് ഈ കിച്ചൻ്റേത്. വളരെ സിമ്പിൾ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഈ കിച്ചനുള്ളത്. എൽ ഷേപ്പിലാണ് കിച്ചൻ്റെ പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിനോട് ചേർന്നിട്ട് ഗ്ലാസ് ടൈൽ കൊണ്ട് ക്ലാഡ് ചെയ്തിരിക്കുകയാണ്. ധാരാളം കബേർഡ്സ് ഉള്ളത് കൊണ്ട് ധാരാളം സ്റ്റോറേജ് കപ്പാസിറ്റി ഈ കിച്ചനുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ കിച്ചനോട് ചേർന്ന് വർക്കിംഗ് കിച്ചനും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നിന്നും പുറത്തുള്ള വെരാന്തയിലേക്ക് ഇറങ്ങാം. ഈ വെരാന്തയുടെ സൈഡിലുള്ള സ്റ്റെയർകേസ് കയറിയാൽ ഒരു ആറ്റിക് സ്പേസ് ആണ്. ഫ്ലാറ്റായ റൂഫ് വാർത്തതിന് ശേഷം അതിൽ ട്രെസ് വർക്ക് ചെയ്ത് ഓടിട്ടാണ് ഈ ആറ്റിക് സ്പേസ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് വീട്ടിനകത്തുള്ള ചൂട് കുറയ്ക്കാൻ മാത്രമല്ല ഒരു പാർട്ടി ഏരിയയും യൂട്ടിലിറ്റി സ്പേസ് ആയും ഉപയോഗിക്കാം. സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ വലുപ്പം. വളരെ സിമ്പിൾ ആയിട്ടുള്ള എലിവേഷൻ ആണെങ്കിലും ഈ വീടിൻ്റെ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. വീട്ടുകാർക്ക് പരമാവധി പ്രൈവസി കിട്ടുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ. വീടിനുള്ളിൽ എല്ലാ ഭാഗത്തിലും പ്രകാശം എത്തിക്കുന്ന കോർട്ട്യാർഡും ഈ വീടിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം